പരിശുദ്ധ ഖുർആനിലെ അത്ഭുതം നിറഞ്ഞ 5 വാക്കുകൾ വല്ലാത്തൊരു അത്ഭുതമാണ്. ശരിക്കും ഈ 5 വാക്കുകൾ നമുക്കേറെ സുപരിചിതമാണ്. പക്ഷെ നമ്മൾ ചൊല്ലേണ്ടത് പോലെയൊന്നും അല്ല അത് ചൊല്ലേണ്ടത്. ഞാനീ പറയുന്നത് പോലെ മനസ്സറിഞ്ഞ് നിങ്ങൾ ഒരു തവണ ചൊല്ലിയാൽ മതി. നിങ്ങളുടെ ദാരിദ്ര്യം ആ നിമിഷം അള്ളാഹു അത് പമ്പ കടത്തും. ഇത് തമാശ പറയല്ല, വെറൊരു കോമഡി പറയല്ല, ഉസ്താദിരുന്ന് തള്ളണേന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കേട്ടു നോക്ക്, മനസ്സറിഞ്ഞിട്ടൊന്ന് ചൊല്ലിയാൽ മതി, ഒരൊറ്റ തവണ മതി. അപ്പോൾ അത് ധാരാളം ചൊല്ലിയാലുള്ള ഫലം എത്രയായിരിക്കും? നമ്മുടെ ദാരിദ്ര്യം അള്ളാഹു മാറ്റിത്തരും. മാത്രമല്ല, നമുക്ക് വേണ്ടതൊക്കെ വേണ്ട രീതിയിൽ പടച്ചോൻ തരാൻ ഈ ദിക്ർ മതി. അത്ഭുതമാണ് ഈ വാക്കുകൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ ചൊല്ലാൻ തൗഫീഖ് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൻ മാറ്റിത്തരട്ടെ. അവൻ നമ്മളെ ഹാപ്പി ആക്കട്ടെ. എല്ലാവരും ഹാപ്പി അല്ലേ? അങ്ങനെ ഹാപ്പി ആകണം. ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഹാപ്പി ആകും ഇൻഷാ അല്ലാഹ്. അങ്ങനെയുള്ള 5 വാക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോണത്. നമുക്കേറെ സുപരിചിതമായ ഒരു ദിക്റുണ്ട്. അതായത് അത് ഖുർആനിലുണ്ട്. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞൊരു ദിക്ർ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. 4 വാക്കുകളാണ് അതിലുള്ളത്. ആ 4 വാക്കുകളോടൊപ്പം ഖുർആനീകമായ അള്ളാഹുവിൻ്റെ അർശിൻ്റെ ചുവട്ടിലുള്ള സ്വർഗീയമായ ഒരു ദിക്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 അത്ഭുത വാക്കുകൾ നമുക്ക് കിട്ടുകയാണ്. അത് വെറും വാക്കുകളല്ല, അത് വെറും ഒരു ദിക്റല്ല. അത് നമ്മൾ ഈ പറയുന്ന ബോധ്യത്തിൽ നിങ്ങളൊന്ന് ചൊല്ലിയാൽ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ദാരിദ്ര്യം വലിച്ചെറിഞ്ഞ് ആ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് സമാധാനം അനുഭവിക്കണവരാകും. എത്ര വലിയ പ്രശ്നത്തിലും നിന്ന് ചിരിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിലപ്പുറം എന്താ വേണ്ടത് നിങ്ങൾക്ക്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ തഫ്സീർ ചെയ്യാൻ യോഗ്യത കൊടുത്ത ആളാണ് അല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച സ്വഹാബത്തിൽ ഏറ്റവും പ്രസിദ്ധനായ മുഫസ്സിറാണ് സയ്യിദി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയുന്നുണ്ട്, സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ, നരകത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ, സ്വർഗത്തിലേക്ക് കടക്കാനും നരകത്തിൽ നിന്ന് പുറത്ത് കടക്കാനും ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നത് ഇതല്ലേ? ഇതിലപ്പുറം എന്താ? ഒരു കാര്യം ഞാൻ ആദ്യം പറയട്ടെ. അതായത് നമുക്ക് ആഖിറത്തിലെ സ്വർഗവും നരകവും മാത്രം ചിന്തിച്ചാൽ പോരാ. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഈ ദുനിയാവിലുണ്ട് നരകം, ഈ ദുനിയാവിലുണ്ട് സ്വർഗം. ദുനിയാവിലെ നരകം എന്താണ്? അത് ടെൻഷനാണ്. എടോ, ഞാൻ കോടീശ്വരനാണ്, അല്ലെങ്കിൽ സമ്പന്നനാണ്, എനിക്ക് കാറുണ്ട്, എനിക്ക് വീടുണ്ട്, എനിക്ക് സമാധാനം ഇല്ലെങ്കിൽ പോയില്ലേ? ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായോ? ഒരാൾ നല്ല കോടീശ്വരനാണ്, നല്ല പൈസ ഉണ്ട്, മക്കളൊക്കെ ഭയങ്കര ക്വാളിറ്റിയുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്, കെട്ടിയോക്കാണെങ്കിൽ ധരിക്കാൻ നിറച്ച് ഡ്രസ്സുകളാണ്. ഇതിൻ്റെ ഇടയിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടാൽ പിന്നെ ആ ജീവിതം സ്വർഗ്ഗമാണോ നരകമാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താണ്? നരകമാണ് അല്ലേ? ഒരാളൊരു കൂരയിലാണ് താമസിക്കുന്നത്, മക്കൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളിലാണ്, ഭാര്യയ്ക്ക് അങ്ങനെ ഒരുപാട് ധരിക്കാൻ ഉള്ള വസ്ത്രങ്ങളൊന്നുമില്ല, അത്യാവശ്യത്തിനേ ഉള്ളൂ. പക്ഷേ എന്തുണ്ട് അവിടെ? അയാൾക്ക് കാറില്ല, ബൈക്കില്ല, ഒന്നുമില്ല. പക്ഷേ ഇവർക്ക് ഭയങ്കര സ്നേഹം ഉണ്ടെങ്കിൽ ആ വീടിന് നമ്മളിടുന്ന പേരെന്താ? സ്വർഗ്ഗമാണ് അല്ലേ? അപ്പോൾ ഈ ദുനിയാവിലുണ്ട് സ്വർഗം, ദുനിയാവിലുണ്ട് നരകം. അതായത് സമാധാനം കിട്ടുന്നൊരു മനുഷ്യനുണ്ടോ? അവൻ സ്വർഗത്തിലാണെന്നേ. ദുനിയാവിൽ സമാധാനം കിട്ടുന്നില്ലേ? അവൻ നരകത്തിലാണ്. അവൻ എത്ര കോടീശ്വരനാണെങ്കിലും അവൻ നരകത്തിലാണ്, ഈ ദുനിയാവിൽ നരകത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അതല്ലേ അള്ളാൻ്റെ ഔലിയാക്കൾ. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാൻ്റെ ഔലിയാക്കൾ ആരാണ്? അവർക്ക് ടെൻഷനില്ല, പേടിയില്ല. അതെ, അവർ ദുനിയാവിൽ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ. അവർക്ക് ദുനിയാവിൽ ബുശ്റയുണ്ട്, സന്തോഷമുണ്ട്. ആഖിറത്തിൽ സന്തോഷമുണ്ടെന്നല്ല, അതെന്തായാലും ഉണ്ട്. ദുനിയാവിൽ സന്തോഷമുണ്ട്. ആർക്ക്? ഔലിയാക്കൾക്ക്. എടോ, അവർ ചിലപ്പോൾ രോഗികളായിരിക്കും, പാവപ്പെട്ടവരായിരിക്കും, പ്രയാസമായിരിക്കും, പക്ഷെ അതൊന്നും അവരുടെ കൽബിനെ ബാധിക്കൂല. കൽബിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണെന്നേ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, സയ്യിദുന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടു അല്ലേ? രോഗമൊക്കെ പടച്ചോ മാറ്റി കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യൂബേ
രോഗമുള്ളപ്പോഴാണോ രോഗമില്ലാത്തപ്പോഴാണോ നിങ്ങൾക്ക് സന്തോഷം കൂടുതൽ അനുഭവപ്പെടുന്നത്? യാ റബ്ബി, രോഗമുള്ള സമയത്ത് നിനക്കറിയാൻ പാടില്ലേ? രോഗമുള്ളപ്പോൾ എനിക്ക് നിന്നെ കൂടുതൽ കാണാൻ പറ്റുകയാണ്, നിന്നെ കൂടുതൽ അറിയാൻ പറ്റുകയാണ് റബ്ബേ. എനിക്കതുകൊണ്ട് രോഗമുള്ള സമയം ഭയങ്കര സന്തോഷം കൂടുതലായിരുന്നു എന്ന് സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. ആലോചിച്ചോക്കെ, എത്രമേൽ കൃത്യമാണ്. അപ്പോൾ നമുക്ക് ഈ സമാധാനമാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ദുനിയാവിലെ സ്വർഗം, ദുനിയാവിലെ നരകം, ആഖിറത്തിലെ സ്വർഗം, ആഖിറത്തിലെ നരകം. അപ്പോൾ ദുനിയാവിൽ സ്വർഗമുള്ളൊരു മനുഷ്യൻ എന്തായാലും അള്ളാഹ് ആഖിറത്തിൽ സ്വർഗം തരും. നമുക്കിത് രണ്ടും വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം നാവ് കൊണ്ട് ചൊല്ലാൻ പറ്റുന്ന 5 വാക്കുകളുണ്ട്, നിങ്ങൾക്ക് സ്വർഗപ്രവേശം ഉറപ്പാണെന്ന് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഏതാണ് 5 വാക്കുകൾ? 4 വാക്ക് നമുക്ക് പരിചയമുണ്ട്, 5ാമത്തതൊന്നും കൂടെ ഉണ്ട്. അപ്പോൾ മൊത്തം കൂടെ ചേർത്തിട്ടുള്ള ദിക്റാണത്. മനസ്സിലായോ? ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ദുനിയാവിൽ സ്വർഗ്ഗമുണ്ട്. എങ്ങനെ ദുനിയാവിൽ സ്വർഗ്ഗം ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞുതരാം, വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. ആദ്യം ആ വാക്കുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എന്തൊരത്ഭുതമാണ്! എന്തതിൻ്റെ പ്രത്യേകത നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. സുബ്ഹാനല്ലാഹ്, ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സ്വർഗം കിട്ടും, നരകത്തിൽ നിന്ന് പുറത്താവും. വെറുതെ ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് എന്ത് സമാധാനം കിട്ടിയത്? അപ്പോൾ യഥാർത്ഥ സ്വർഗം നമുക്ക് ഈ ദുനിയാവിൽ തന്നെ കിട്ടിയിട്ടില്ല, പിന്നെ ആഖിറത്തിൽ കിട്ടണം എങ്ങനെയാണ്? അപ്പോൾ ദുനിയാവിൽ കിട്ടണം, അതിനിത് ബോധ്യമായി വരണം. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധൻ അള്ളാഹു മാത്രമാണ്. എടോ, ഇപ്പോൾ നിങ്ങളൊരു ഫുഡ് ഉണ്ടാക്കാൻ ആ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഭർത്താവ് നിങ്ങളൊന്ന് പൊക്കി പറയാണ്, ഭർത്താവ് അടിപൊളി ഫുഡാട്ടോടി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ഷോ, എൻ്റെ ഒരു കഴിവേ, അത് പണ്ടെൻ്റെ ഉമ്മച്ചിയൊക്കെ അങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട്. അതൊന്നും അല്ലാതെ പറയേണ്ടത്. അൽഹംദുലില്ലാ, ഇത് എൻ്റെ റബ്ബിൻ്റെ കഴിവാണ്, എൻ്റെ കഴിവല്ല. അതാണ് അൽഹംദുലില്ലാ. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, സ്തുതി മുഴുവൻ ആർക്ക് മാത്രം? അള്ളാഹ്ക്ക് മാത്രം. പരിശുദ്ധി ആർക്ക് മാത്രം? അള്ളാഹ്ക്ക് മാത്രം. ഇത് വെറുതെ അർത്ഥം പഠിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല കേട്ടോ. വെറുതെ പരിഭാഷ പറഞ്ഞ് അർത്ഥം പഠിച്ചുകൊണ്ടൊന്നും നിങ്ങൾക്ക് കിട്ടൂല. ഇത് ആഴത്തിലേക്ക് ബോധ്യമായി ഇറങ്ങണം. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധൻ അള്ളാഹ് മാത്രമാണ്, എനിക്കൊരു പരിശുദ്ധിയില്ല, ഞാനൊന്നുമല്ല, ഞാനൊരു ബിഗ് സീറോയാണ്, ഞാൻ അള്ളാഹിൻ്റെ അടിമയാണ്. അയ്വ അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമാണ്. ഈ ഭാര്യ ഭർത്തൃബന്ധം മനോഹരാകാൻ എന്തുണ്ടായാൽ മതി? ഹൽക്കുള്ളയാണെന്നുള്ള ബോധ്യം ഉണ്ടായാൽ മതി എന്നാണ്. ഹൽക്കുള്ള. ഒരു ഭർത്താവേ, അയാൾ ഭാര്യയെ കല്യാണം കഴിക്കുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് വരുന്നൊരു സംഗതിയുണ്ട്, ഭാര്യയുടെ ഉടമയാണ് ഞാനെന്നാണ്. അല്ല. ഭാര്യയുടെ ഉടമ ഭർത്താവാണോ? അല്ലല്ലോ. ഭാര്യയുടെ ഉടമ ആരാണ്? അള്ളാഹുവാൻ. ഇവൻ ഭർത്താവാണ്, അല്ലെങ്കിൽ ഇവന് ഇണയാണ്, അത്രയേ ഉള്ളൂ. അതായത് അള്ളാൻ്റെ അടിമയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ പെരുമാറി നോക്കേ. നീ അവൾ അടിക്കാൻ കൈ വെക്കുമ്പോൾ നിൻ്റെ കൈ പൊങ്ങില്ല. കാരണം എന്താ? അള്ളാൻ്റെ ഒരു അടിമയെ ഞാൻ അടിച്ചാൽ ഞാൻ അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരും. നിൻ്റെ ഭർത്താവിനോട് തട്ടിക്കയറാൻ പോകുമ്പോൾ നിൻ്റെ മനസ്സിൽ, പടച്ചോനെ, നിൻ്റെ അടിമയായി എൻ്റെ ഭർത്താവിനോട് ഞാൻ തട്ടിക്കയറിയാൽ നിന്നോട് കണക്ക് പറയേണ്ടി വരും. ഈ വിഷയം നമ്മുടെ മക്കളുടെ കാര്യത്തിലും ചിന്തിച്ചു നോക്കേ. കുഞ്ഞു മക്കൾ അമാനത്താണെന്നേ, അമാനത്ത് അള്ളാഹ് തന്നേക്ക് നമ്മുടെ കയ്യിലേക്ക്. സൂക്ഷിപ്പ് മുതലാണ്, ഹൽക്കുള്ളയാണ്, അള്ളാൻ്റെ സൃഷ്ടിയാണ്. ഈ മക്കളിട്ട് അനാവശ്യമായി ചീത്ത പറയുന്നു, ബഹളം ഉണ്ടാക്കുന്നു. എടോ, നീ അള്ളാൻ്റെ ഉടമസ്ഥതയിലുള്ള സംഗതിയാണ് നീ ആ ചീത്ത പറയണത്. അകാരണമായി നീ തെറി വിളിക്കുന്നത്. കുഞ്ഞു മക്കളെ തെറി വിളിക്കുന്ന മാതാപിതാക്കളുണ്ട്. ശരിക്കും നീ ചീത്ത വിളിക്കുന്നത്, നീ അടിക്കുന്നത്, അകാരണമായി ദ്രോഹിക്കുന്നത്, ഇതൊക്കെ ആരെയാടോ? അപ്പോൾ ആരെയാണ്? റബ്ബായ അള്ളാനെയാണ്. ഇങ്ങനത്തെ ഈ ഹൽക്കുള്ളയെ വേദനിപ്പിച്ചിട്ട് അള്ളാഹിനെ തിരിച്ചറിയാണ്ട് നീ എത്ര നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അതല്ലേ ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കണവർക്ക് നാശാണെന്നല്ലേ പറഞ്ഞത്. നശിച്ചു പോണ നിസ്കാരക്കാരാണ്. ചില ആൾക്കാരിങ്ങനെ കറങ്ങാൻ നടക്കുക, കുടുംബം നോക്കൂല, കുടുംബം അള്ളാഹിനെ ഏൽപ്പിച്ചു എന്നാണ്. പിന്നെ എന്തിനാണോ നീ കല്യാണം കഴിച്ചത്? അങ്ങനെയുള്ളവരോട് റസൂലുള്ള ചോദിക്കുന്നുണ്ട്, നീ എന്നെക്കാളും വലിയ മുത്തക്കയാവേണോ മോനെ? നീ എന്നെക്കാളും വലിയ മുത്തക്കയാവണ്ട കേട്ടോ. ഞാൻ കെട്ടിയിട്ടുമുണ്ട്, കെട്ടിയോളം മര്യാദക്ക് നോക്കുന്നുണ്ട്, ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. നീ കെട്ടിയിട്ട് അള്ളാഹിനെ തേടി നടക്കണം, അല്ലെങ്കിൽ നീ കെട്ടരുതായിരുന്നു അല്ലേ? അപ്പം നമുക്ക് ഹൽക്കുള്ളയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് അള്ളാഹ് തന്നതൊക്കെ അവൻ്റെ സൃഷ്ടിയാണ്. അവൻ്റെ സൃഷ്ടിയെ അത് ഭംഗിയായി പരിപാലിക്കുന്നവരെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ സുബ്ഹാനല്ലാഹ്, പരിശുദ്ധൻ അല്ലാഹ് മാത്രം. വൽഹംദുലില്ലാ, സ്തുതി മുഴുവൻ അള്ളാഹുവിന് മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് മാത്രമല്ല, അല്ല അല്ലാതെ എനിക്ക് ആരുമില്ല എന്നുള്ള ബോധ്യത്തിൽ ആ ദിക്ർ ചൊല്ലണം. അല്ലല്ലാതെ എനിക്ക് ആരുമില്ല, അല്ലാഹു അക്ബർ, ഏറ്റവും വലിയവൻ അല്ല മാത്രമാണ്. എനിക്കൊരു വലിപ്പമില്ല കേട്ടോ, എനിക്ക് കാറുമില്ല വീടുമില്ല ഒന്നുമില്ല. ഇതൊക്കെ ആരുടേതാണ്? അള്ളാൻ്റെതാണോ? ഇതൊക്കെ അള്ളാൻ്റെതാണ്, എൻ്റെതല്ലാന്നേ, അള്ളാൻ്റെതാണ്. അപ്പം എൻ്റെ കയ്യിലിരിക്കണത് നിൻ്റെ കയ്യിൽ തന്നേക്ക്. നീ മരിച്ചു പോയി കഴിഞ്ഞാൽ അത് വേറെ ആളുടെ പേരിലാവും, ഇത്രയേ ഉള്ളൂ. നീ ഇതും കൊണ്ട് കബറിലേക്ക് പോകുന്നുണ്ടോ? നിൻ്റെ പേരിലുള്ള ആധാരം കൊണ്ട് നീ കബറിൻ്റെ അകത്തേക്ക് പോയില്ലല്ലോ. നീ മരിച്ചു കഴിയുമ്പോൾ ആധാരത്തിലെ പേര് വെട്ടിയിട്ട് വേറെ ആളുടെ പേര് വരും. അപ്പോൾ അതെന്ത് മനസ്സിലായി? നിൻ്റെ ഉടമസ്ഥതയിലുള്ളതല്ല അത്. അതിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹ്ക്ക് മാത്രമാണ്. ഇത് വെറും കൈകാര്യകർത്തൃത്വം മാത്രമേ ഉള്ളൂ. എന്തിനേറെ, സ്വന്തം ഭാര്യയിൽ പോലും ഉടമസ്ഥാവകാശമുള്ള എനിക്ക്. നീ മരിച്ചാൽ അവൾ വേറെ കെട്ടും, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ എന്നുള്ള പദവിയിൽ നിന്ന് അവൾ മാറി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മൾ ഉടമയാക്കാൻ നടക്കുന്ന ഉടമ അല്ല മാത്രമാണെന്നേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ഉന്നതനായ അള്ളാഹു മാത്രമാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. അപ്പോൾ എനിക്കൊരു കഴിവുമില്ല എന്നുള്ള തിരിച്ചറിവ്, ഈ ബോധ്യത്തിൽ, ഇത് വിശാലമായിട്ട് പറയേണ്ടതാണ്, ഞാൻ ചുരുക്കിയിട്ടാണ് പറയണം കേട്ടോ. ഈ ബോധ്യത്തിൽ ഈ ദിക്റൊന്ന് ചൊല്ലിയാൽ മതി മക്കളെ, നിങ്ങൾക്ക് ദുനിയാവിൽ സമാധാനം. ദാരിദ്ര്യമൊക്കെ പമ്പ കിടക്കും, പമ്പയില്ലെങ്കിൽ പെരിയാറ് കിടക്കും, എന്തെങ്കിലുമൊക്കെ കിടക്കും, ദാരിദ്ര്യമൊക്കെ അങ്ങോട്ട് മാറും, സമാധാനം അള്ളാഹു തആല തരും അല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സ്വഹാബ സ്വർഗത്തിലൊരു വാതിൽ ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ? ആ ബലാ യാ റസൂലല്ലാഹ്, പറയ നബി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. വല്ലാത്തൊരു ദിക്റാണിത്. സുബ്ഹാനക യാ റബ്ബ്. ഒരുപാട് മഹത്തുണ്ട്. ഒന്ന് സ്വർഗപ്രവേശം, നമ്മൾ പറഞ്ഞു അല്ലേ? നരകമോചനം. നരകം എന്താണ്? ടെൻഷനാണ്, ടെൻഷൻ, ഡിപ്രഷൻ. ഇതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാൻ ഈ ദിക്ർ മതി എന്നാണ്. അത് ഞാനൊക്കെ ഒരുപാട് ചൊല്ലി. ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റിയിൽ ചൊല്ലണം മക്കളെ, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ എന്തിനാ ദിക്ർ അല്ലേ? നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നിസ്കാരം കണ്ട് നമ്മൾ ചൊല്ലും പഠിച്ചോ നോക്കണ്ട, ഇവിടെ തൊട്ട് ഈ കാണിക്കണത് അല്ലേ? എന്നിങ്ങനെ ഇതിങ്ങനെ പള്ളിയിലും കേൾക്കാം. ഞാനിവിടെ നിന്ന് ഈ മാവത്ത് നിന്ന് ചൊല്ലിക്കൊടുക്കുമ്പോൾ കുറേ കാക്കാന്മാരുത് ഇതിങ്ങനെയാണ്. എന്തൊട്ട് ഇങ്ങനെ എറിയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പോൾ അതുപോലെ തന്നെ മീസാനിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഭാരം കൂട്ടും. നാലാമത്തേത് നിഅമത്തുകൾ ധാരാളം തരും. നമ്മുടെ ഉള്ള നിഅമത്ത് അള്ളാഹ് നിലനിർത്തും. മക്കളാകട്ടെ, കുടുംബാകട്ടെ, പെട്ടെന്ന് അള്ളാഹു അതൊന്നും നശിപ്പിച്ച് കളയില്ല. നമുക്കിങ്ങനെ അള്ളാഹ് ദായിമാക്കി തരണം അല്ലേ? സമ്പത്ത് കിട്ടി പെട്ടെന്ന് നമ്മളിങ്ങനെ നന്നായി ചിലവാക്കി വരുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇതൊക്കെ എടുത്ത് കളയപ്പെട്ടാലുള്ള അവസ്ഥ എന്താണ്? ദാരിദ്ര്യമൊക്കെ വലിച്ചെറിയപ്പെട്ടാനുള്ള അവസ്ഥ എന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തുവരും. അള്ളാഹിനോട് മനസ്സറിഞ്ഞ് തൗബയുടെ മനസ്സോടെ ഈ ദിക്ർ ചൊല്ലിയാൽ മതി. നമ്മുടെ മനസ്സിലുള്ള മുറാദുകൾ അള്ളാഹ് ഹാസിലാക്കി തരും. അതായത് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ഈ ദിക്ർ അറിഞ്ഞു ചൊല്ലുമ്പോൾ. അടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അള്ളാഹ് രക്ഷിക്കൂലേ? പിന്നെയോ മരിക്കാൻ നേരത്ത് ഇത് തിരിച്ചറിഞ്ഞവൻ മരിക്കാൻ നേരത്ത് കലിമയും ചൊല്ലി, അസ്രായീൽ കം കം അസ്രായീൽ, പോകാം അസ്രായേൽ. അസ്രായീലിനെ സ്നേഹത്തോടെ വിളിച്ചു വരുത്തിയിട്ട് റൂഹും കൊണ്ട് പറന്നു പോണ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഭൂതി. അത് ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ അവസ്ഥയാണ്. അവരെ സ്നേഹിക്കുന്നവർക്ക് അള്ളാഹ് അവസ്ഥ തരും. ഈ ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ. സിറാത്ത് പാലത്തിലൂടെ അതിവേഗം കടന്നു പോകാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തരും, തൗഫീഖ് തരും എന്നുള്ളതാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ വിരിപ്പൊക്കെ ഇങ്ങനെ വിരിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷോ കിടക്കുന്നതിന് മുമ്പ് ഹജ്ജ് ഉംറയും ചെയ്തിട്ട് കിടക്കണം കേട്ടോ. എന്നിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ പോയി റസൂലുള്ളാഹ്. നബി തങ്ങളിങ്ങനെ സുന്നത്ത് നിസ്കരിക്കാൻ പോയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ കിളി പോയിരിക്കുകയാണ്. ഈ ഉറങ്ങണതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യണത് എങ്ങനെയാണ്? പിടുത്തം കിട്ടണില്ലല്ലോ റബ്ബേ. ഫതബസ്സമ റസൂലുള്ളാഹ്, എൻ്റെ മുത്തനബി ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹ് ചിരിച്ചതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോഴേ, യാ റബ്ബി, ആ ചിരിയൊക്കെ ഒന്ന് കനവിലും നിലവിലും കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മുത്തനബി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആയിഷ അത് സിമ്പിളാണ്. കിടക്കുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് എന്നുള്ള തസ്ബീഹ് വല്ലാത്ത അത്ഭുതമല്ലേ അല്ലേ? ഒരു സ്വഹാബി ഒന്ന് നബിയോട് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലുള്ളാഹ് കഷ്ടപ്പാടും ദാരിദ്ര്യവും കൊണ്ട് ഇടങ്ങേറായി നബിയെ, വല്ല വഴിയും പറഞ്ഞു തന്നെ. മുന്നൊരു കാര്യം സുബ്ഹ് നിസ്കാരത്തിൻ്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട്, സുബ്ഹിയുടെ സുന്നത്ത് കഴിഞ്ഞ്
സുബ്ഹ് നിസ്കരിക്കുന്നതിന് മുൻപായിക്കൊണ്ട് 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. സിമ്പിൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. ഇത് 100 തവണ ചൊല്ലിക്കോ, അള്ളാഹ് ഒക്കെ റെഡിയാക്കി തരും. കുറേ നാളഞ്ഞപ്പോൾ ഈ സ്വഹാബി ഓടി വരികയാണ് നബിയോട്, യാ റസൂലല്ലാഹ്, സമ്പത്ത് കൂടിയിട്ട് ഇത് വെക്കാനുള്ള സ്ഥലമല്ല നബിയെ. എന്നപോലെ എന്നോ ഞാനും ചൊല്ലി, എൻ്റെ സമ്പത്ത് കൂടുമോ നോക്കട്ടെ. ഇത് മനസ്സറിഞ്ഞ് ചൊല്ലിയാനുള്ള സംഗതിയൊക്കെ ഉണ്ടാവണത്, മനസ്സിലായോ? ദുനിയാവ് ആഖിറൊക്കെ അള്ളാഹ് തരും. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക്, എന്നോട് പല ആളുകൾ സങ്കടം പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഒരു വഴിയില്ല ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഈ ദിക്ർ നിർദ്ദേശിക്കാറുണ്ട്. പലരും ആ ജീവിതത്തിലുണ്ടായ വലിയ അനുഭൂതികൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ നീങ്ങിപ്പോയത്, കണക്കണിയിൽ നിന്ന് രക്ഷപ്പെട്ടതൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഈ ജീവിതം സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരും ഇത് പതിവാക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. എല്ലാവർക്കും പതിവാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. ഡാഷ് തംല ഉൽ മീസാൻ. ഒരു ദിക്ർ മുത്തുനബി പറയണം, ചെറിയ ദിക്ർ, ഒറ്റ വാക്കേ ഉള്ളൂ. അത് തംല ഉൽ മീസാൻ, മീസാൻ എന്ന തുലാസിനെ അത് നിറയ്ക്കും, അതിന് ഭാരം കൂട്ടും, നന്മയിൽ ഭാരം കൂട്ടും എന്ന് നബി തങ്ങൾ പഠിപ്പിച്ച ആ ദിക്ർ ഏതാണ്? കമൻറ്റ് ചെയ്യുക. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്, മക്കളില്ല എന്നുള്ള വിഷമം പറഞ്ഞവരുണ്ട്. ഈ ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ, അള്ളാഹ് തരുമെന്നേ, അള്ളാഹ് തരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബി, സദസ്സ് സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൻ്റെ മിസ്ൽ സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്, മദദ് നൽകണേ അല്ലാഹ്, തിരുനോട്ടം നൽകണേ അല്ലാഹ്. പാപങ്ങളേറെ ചെയ്തു പോയി നീ പുറത്തു നൽകണേ അല്ലാഹ്. സങ്കടങ്ങൾ അകറ്റണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. വേദനകളെല്ലാം നീ അകറ്റണേ അല്ലാഹ്. റാഹത്തായ ജീവിതം നൽകണേ അല്ലാഹ്. ഇണകളെ നന്നാക്കണേ, മക്കളെ നേർവഴിയിലാക്കണയല്ല. ഒരുപാട് അസുഖബാധിതരുണ്ട്, പരിപൂർണ്ണ ശിഫ നൽകണയല്ല. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റണയല്ല. ദാരിദ്ര്യത്തിൽ നിന്ന് കാവലേകണയല്ല. ഈ ദിക്റിൻ്റെ ബർക്കത്തുകൊണ്ട് സമാധാനം തരണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ ജോലികളിൽ പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരങ്ങൾ പലരും പ്രയാസത്തിലാണ്, എളുപ്പം നൽകണയല്ല. യാ റബ്ബന, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അകറ്റണയല്ല. സന്തോഷവും സമാധാനവും നീ നൽകണയല്ല. യാ റബ്ബന, യാ റബ്ബന. ഒരുപാട് മുറാദുകൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തും അല്ലാതെയും മനസ്സിൽ നെയ്യത്താക്കിയൊക്കെ സ്വബാഹുൽ ഖൈർ സദസ്സിലിരിക്കുന്നവരുണ്ട്. പടച്ചോനെ, സ്വബാഹുൽ ഖൈർ ഇഷ്ടപ്പെട്ട് അടുക്കളയിലിരുന്നു പോലും സ്വബാഹുൽ ഖൈർ കാണുന്നവരുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ നീ ബറക്കത്ത് ചെയ്യണേയല്ല. സ്വബാഹുൽ ഖൈറിൻ്റെ ആ ഒരു ബറക്കത്ത് കൊണ്ട് കുടുംബത്തിൽ നീ സമാധാനം നൽകണേയല്ല, സന്തോഷം നൽകണേയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേയല്ല. ഖബറിടം വിശാലമാക്കണേയല്ല. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.